ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം അതിൽ 16-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദ്വാവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. ജനേഷു പ്രഗണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാരഃ സൂര്യവർച്ചസഃ താംസ്തു സിദ്ധേശ്വരാൻ രാജ വ്യോംനോവതരദോർച്ചിഷാ ലോകാനപാപാൻ കുർവത്യ സാനുഗോജഷ്ടലക്ഷിതാൻ തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽസുരിവോത്ഥിതഃ സ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവാം ഗൗരവാദ്യന്ത്രിതസഭ്യ പ്രശ്രയാനതഗന്ധരഃ വിധിവത് പൂജയാഞ്ചക്രേ ഗൃഹീതാധ്യർഹണാസനാൻ തത്പാദശൗചസലിലൈർമാർജിതാളകബന്ധന തത്ര ശീലവതാം വൃത്തമാചരൻ മാനയന്നിവ ഹാടകാസനാസീനാൻ സ്വധിഷ്ണ്യേഷ്വിവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹഭവാഗ്രജാൻ. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസീത് ദുർദർശാനാം ച യോഗിഭിഃ കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷയത്തെ ലോകോ ലോകാൻ പര്യടതോപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ അധന അപി തേ ധന്യാഃ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാ ഹ്യർഹവര്യാംബു തൃണഭൂമീശ്വരാവരാ വ്യാളാലയദ്രുമാ വൈത്തേപ്യരിക്താഖില സമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥ വിവർജിതാഃ സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലാ ഏവ ബൃഹന്തി ച കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപയേ തസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ ഭവത്സു കുശലപ്രശ്ന ആത്മാരാമേഷു നേഷ്യത്തെ കുശലാ യത്ര ന സന്തി മതിവൃത്തയഃ തദഹം കൃതവിശ്രംഭ സുഹൃദോ വസ്തപസ്വിനാം സംപൃച്ഛേ ഭവേത് തസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത് വ്യക്തമാത്മവദാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാം അനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച. അടുത്തത് 17-ാമത്തെ ശ്ലോകമാണ്. പൃഥോസ്തൽ സൂക്തമാകർണ്യസാരം സുഷ്ടു മിതം മധു സ്മയമാനൈവ പ്രീത്യ കുമാരപ്രത്യുവാചഃ. പൃഥോസ്തൽ സൂക്തമാകർണ്യസാരം സുഷ്ഠുമിതം മധു സ്മയമാന ഇവ പ്രീത്യ കുമാരപ്രത്യുവാചഃ. അപ്പോൾ കാര്യപ്രസക്തം ആയതും സുഖപ്രദവും അതുപോലെ സംഗ്രഹരൂപത്തിലും കേൾക്കാൻ സുഖമുള്ളതും ആയിരിക്കുന്ന ആ പൃഥുവിൻ്റെ ആ സദ്വാക്യത്തെ കേട്ട് ആ സനൽകുമാരാദി മഹർഷിമാർ പ്രീതരായിട്ട് ആ പുഞ്ചിരിക്കുകയാണെന്ന് തോന്നുമാറ് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പൃഥോസ്തൽ സൂക്തമാകർണ്യ, ആ പൃഥുവിൻ്റെ ആ സൂക്തങ്ങൾ, ആ കാര്യപ്രസക്തമായിട്ടുള്ള ആ കാര്യപ്രസക്തവും അത് എങ്ങനെയുള്ള സാരം, കാര്യപ്രസക്തം, സുഷ്ഠു, സുഖപ്രദം, മിതം, സംഗ്രഹരൂപത്തിലുള്ള, അതുപോലെ മധുഹു, വളരെ കേൾക്കാൻ മധുരമുള്ളതുമായിട്ടുള്ള ആ പൃഥുവിൻ്റെ ആ വാക്കുകൾ, സൂക്തങ്ങൾ, ആ സദ്വാക്യം കേട്ടിട്ട് ആകർണ്യ കുമാരഃ സനൽകുമാരാദി മഹർഷിമാർ പ്രീതനായിട്ട് സ്മയമാനഃ ഇവ പുഞ്ചിരിക്കുമാറാണെന്ന് തോന്നുമാറ് മറുപടി പറഞ്ഞു അത്രേ. അതിലത്തെ പദങ്ങളെ സാരം, കാര്യപ്രസക്തവും, സുഷ്ഠു, സുഖപ്രദവും, മിതം, സംഗ്രഹരൂപത്തിലുള്ളതും, മധു, കേൾക്കാൻ മധുര ഉള്ളതായതും സുഖമുള്ളതും ആയ പൃഥുവിൻ്റെ തൽ സൂക്തം ആ സദ്വാക്യം ആകർണ്യ കേട്ട് കുമാരഃ സനൽകുമാരമുനി പ്രീതനായിട്ട് സ്മയമാനഃ ഇവ പുഞ്ചിരിക്കുകയാണെന്ന് തോന്നുമാറ് പ്രത്യുവാചഃ മറുപടി പറഞ്ഞു അത്രേ. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് സാരം സുഷ്ഠുമിതം മധു
പൃഥോः സൂക്തം ആകർണ്യ കുമാരः പ്രീത്യാ സ്മയമാനഃ ഇവ പ്രത്യുവാച. എന്നുകൂടി പറയാം. സാരം സുഷ്ഠു മിതം മധു പൃഥോः തത്സൂക്തം ആകർണ്യ കുമാരः പ്രീത്യാ സ്മയമാനഃ ഇവ പ്രത്യുവാചഃ. അത് കാര്യപ്രസക്തവും സുഖപ്രദവും ആ സംഗ്രഹരൂപത്തിലുള്ളതും കേൾക്കാൻ സുഖമുള്ളതും ആയിരിക്കുന്ന ആ പൃഥുവിൻ്റെ ആ സദ്വാക്യം കേട്ട് ആ സനൽകുമാരൻ മുനി പ്രീതനായിട്ട് പുഞ്ചിരിക്കുകയാണെന്ന് തോന്നുമാറ് മറുപടി പറഞ്ഞു. സാരഗംഭീരവും മിതവും മാധുര്യപൂർണവുമായിരിക്കുന്ന പൃഥുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അതിൽ സന്തോഷിച്ചവനെന്ന് തോന്നിക്കുമാറ് പുഞ്ചിരിച്ചുകൊണ്ട് ആ സനൽകുമാര മഹർഷി മറുപടി പറയാൻ ആരംഭിച്ചു. അത്ഭുതം തന്നെ. പൃഥുവിൻ്റെ ആ ന്യായയുക്തവും മിതാക്ഷരവും ശ്രോതാക്കൾക്ക് പ്രിയവും ആയുള്ള ആ വാക്കു കേട്ട് സനൽകുമാരൻ സന്തോഷത്താൽ മന്ദഹസിക്കുന്നുവോ എന്ന് തോന്നും വിധം ആ പ്രസന്നമുഖനായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഇതിൽ പറയുന്നത് ദുഃഖിതന്മാരുടെ സുഹൃത്തുക്കളാണെന്ന് നിശ്ചയിച്ചത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സാക്ഷാൽ ഭഗവാന്റെ അവതാരമൂർത്തികളാകുന്നുവെന്ന് ഭഗവാൻ തന്നെ സേവ്യനെന്ന് സർവാത്മനാ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ആത്മസ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്നവനും പ്രാകൃതന്മാരെ പോലെ ജന്മാദി വികാരങ്ങളില്ലാത്തവനുമായിരിക്കുന്ന ശ്രീ ഭഗവാൻ തന്നെ സിദ്ധന്മാരായ നിങ്ങളുടെ സ്വരൂപത്തോടുകൂടെ സ്വജനാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വെളിവായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയാകുന്നു. അപ്പോൾ മൈത്രേയൻ പറയാണ്, ന്യായമാർഗത്തിൽ നിന്നും തെറ്റാതിരിക്കുന്നതും ഗംഭീരമായ അർത്ഥമടങ്ങിയതും അല്പാക്ഷരങ്ങളോടുകൂടിയവും ആയ ആ പൃഥുവിൻ്റെ ആ ശ്രോത്രാനന്ദകരമായിരിക്കുന്ന ആ ശോഭനവാക്യം കേട്ടിട്ട് സന്തോഷത്തോടുകൂടെ സനൽകുമാരൻ മന്ദഹാസം ചെയ്യുന്ന മട്ടിൽ പറഞ്ഞു. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ന്യായമാർഗത്തിൽ നിന്നും തെറ്റാതിരിക്കുന്നതും സാരവത്തായിട്ടുള്ളതെന്നർത്ഥം, ഗംഭീരമായ അർത്ഥമടങ്ങിയിട്ടുള്ളതും, സുഷ്ഠു എന്നുള്ള അല്പാക്ഷരത്തോടു കൂടിയ മിതം പൃഥുവിൻ്റെ ശ്രോത്രാനന്ദകരമായിരിക്കുന്ന മധു ആ ശോഭനവാക്യം കേട്ടിട്ട് സന്തോഷത്തോടുകൂടെ ആ സനൽകുമാരൻ മന്ദഹാസം ചെയ്യുന്ന മട്ടിൽ പറഞ്ഞു. ഇനി ഇതിലെ ആ വ്യാഖ്യാനം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ ഹേ മഹാരാജ, ത്വയാ സാധുപൃഷ്ടം സാധൂനാം സംഗമ. ഇത് സനൽകുമാര ഉവാച എന്നുള്ളതാണ്. മൈത്രേയ ഉവാച ഹേ വിദുര പൃഥോः ശ്രോത്രപ്രിയം വാക്യം ശ്രുത്വ. ആ പൃഥുവിൻ്റെ ആ കാതുകൾക്ക് പ്രിയപ്പെട്ട ആ വാക്യത്തെ കേട്ടിട്ട്, വാക്കുകളെ കേട്ടിട്ട് കുമാരോ ജഗാദ, ആ സനൽകുമാരാദികൾ പറഞ്ഞു എന്നുള്ളതാണ്. പൃഥോः ശ്രോത്രപ്രിയം വാക്യം ശ്രുത്വ കുമാരോ ജഗാദ. ആ പൃഥുവിൻ്റെ വളരെ കാതുകൾക്ക് പ്രിയങ്കരങ്ങളായിരിക്കുന്ന വാക്കുകളെ കേട്ടിട്ട് ശ്രുത്വ കുമാരോ ജഗാദ, സനൽകുമാരാദികൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സനൽകുമാരന്മാർ അടുത്തതിൽ അവർ ആ സനൽകുമാരാദികളുടെ ഉപദേശം ആണ് ആ പൃഥുവിനോടുള്ള. സനൽകുമാര ഉവാച സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി. അല്ലയോ മഹാരാജാവേ, സർവഭൂതഹിതാത്മന, ആ സർവജനങ്ങളുടെയും ഹിതത്തിൽ ശ്രദ്ധയുള്ളവനും ഇതെല്ലാം അറിയുന്നവനുമായിരിക്കുന്ന ആ അങ്ങയാൽ പോലും നല്ല രീതിയിൽ ചോദിക്കപ്പെട്ടു. സാധുപൃഷ്ടം മഹാരാജ, അങ്ങയാൽ ചോദിക്കപ്പെട്ടു. ആ സജ്ജനങ്ങളുടെ ബുദ്ധി ഇപ്രകാരം ആണ്. സാധുപൃഷ്ടം മഹാരാജ,
അല്ലയോ മഹാരാജാവേ, ആ സർവഭൂതഹിതാത്മന സർവജനങ്ങളുടെയും ഹിതത്തിൽ ശ്രദ്ധയുള്ളവനും വിദുഷ ഇതെല്ലാം അറിയുന്നവനുമായിരിക്കുന്ന ഭവതാച അപിസാധു അങ്ങയാൽ പോലും നല്ല രീതിയിൽ പൃഷ്ടം ചോദിക്കപ്പെട്ടു. സാധൂനാം ആ സജ്ജനങ്ങളുടെ മതി ബുദ്ധി ഈദൃശി സജ്ജനങ്ങളുടെ ബുദ്ധി ഇപ്രകാരം ആണെന്ന് പറയുകയാണ്. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാചാപി സാധൂനാം മതിരീദൃശി. ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, സർവഭൂതഹിതാത്മന സർവജനങ്ങളുടെയും ഹിതത്തിൽ ശ്രദ്ധയുള്ളവനും വിദുഷ ഇതെല്ലാം അറിയുന്നവനുമായിരിക്കുന്ന ഭവതാച അപി സാധു അങ്ങയാൽ പോലും അപി സാധു നല്ല രീതിയിൽ പൃഷ്ടം നല്ല രീതിയിൽ സാധു നല്ല രീതിയിൽ പൃഷ്ടം ചോദിക്കപ്പെട്ടു. സാധൂനാം ആ സജ്ജനങ്ങളുടെ ആ ബുദ്ധി ഈദൃശി പ്രകാരമാണ്. സാധൂനാം മതിഹി ഈദൃശി സാധുക്കളുടെ സജ്ജനങ്ങളുടെ ബുദ്ധി ഇപ്രകാരമാണ്. ഹേ മഹാരാജ, അല്ലയോ മഹാരാജാവേ, സർവഭൂതഹിതാത്മന സർവജനങ്ങളുടെയും ഹിതത്തിൽ ശ്രദ്ധയുള്ളവരും വിദുഷ ഇതെല്ലാം അറിയുന്നവനുമായിരിക്കുന്ന ഭവതാച അപിസാധു അങ്ങയാൽ പോലും നല്ല രീതിയിൽ പൃഷ്ടം ചോദിക്കപ്പെട്ടു. സാധൂനാം സജ്ജനങ്ങളുടെ മതിഹി ബുദ്ധി ഈദൃശി ഇപ്രകാരം ആണ്. അപ്പോൾ സനത്കുമാരാദി മഹർഷിമാർ പറയുന്നതാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങ് എല്ലാം അറിയുന്നവനാണ്, എങ്കിലും ആ ലോകോപകാരത്തെ ലക്ഷ്യമാക്കിയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അത് നന്നായി. സജ്ജനങ്ങളുടെ സ്വഭാവം ഇപ്രകാരം തന്നെയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലയോ മഹാരാജാവേ, അങ്ങ് എല്ലാം അറിയുന്നവനാണ്, എങ്കിലും ലോകോപകാരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അത് നന്നായി. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് അത് നന്നായി. സജ്ജനങ്ങളുടെ സ്വഭാവം ഇപ്രകാരമാണ്. അപ്പോൾ മഹാരാജാവെ, എല്ലാം അറിയുന്നവനാണെങ്കിലും സർവ്വലോകങ്ങൾക്കും ഹിതം വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങ് ചോദിച്ചത് ഉചിതമായി ആണ് അർത്ഥം വരുന്നത്. അങ്ങ് ചോദിച്ചത് വളരെ വേണ്ട കാര്യമാണ് അങ്ങ് ചോദിച്ചത്. സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ഉള്ളതാണല്ലോ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഹേ മഹാരാജാവേ, അങ്ങയുടെ ഈ ചോദ്യം ശോഭനം തന്നെ. സംസാരത്തിൽ നിന്ന് മോചിപ്പാനുള്ള മാർഗം അങ്ങ് അറിഞ്ഞു തന്നെ ഇരിക്കും എന്നുവെങ്കിലും സർവപ്രാണികൾക്കും ഹിതം ഭവിക്കണം എന്നുള്ള വിചാരത്താൽ ആ മാർഗത്തിൽ ജനവിശ്വാസം ഭവിക്കത്തക്ക വിധം ഉറക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ വിധം ചോദിക്കുന്നതാകുന്നു. ഇത് ആശ്ചര്യം അല്ല. സാധുക്കളുടെ വിചാരം എപ്പോഴും ആ പരഹിതത്തെ സാധിക്കണം എന്നു തന്നെ ആകുന്നു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. സനൽകുമാര വാച, ഹേ മഹാരാജ, ത്വയാ സാധു പൃഷ്ടം അങ്ങയാൽ ആ സജ്ജനഹിതത്തിനായിട്ട് ചോദിച്ചത് സാധൂനാം സംഗമ ഉഭയോർമാന്യ അങ്ങ് ചോദിച്ച ആ ചോദ്യത്തെ എല്ലാവരും മാനിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. സാധുപൃഷ്ടം സാധൂനാം സംഗമ ആ സാധുക്കളുടെ ആ സംഗമത്തെ കുറിച്ച് എല്ലാവരും നല്ലപോലെ അതിനെപ്പറ്റി മാനിക്കുന്നു. സാധുപൃഷ്ടം സാധൂനാം സംഗമ ഉഭയോർമന്യ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ. ഇതിന് മുമ്പ് ശ്രോത്രപ്രിയം വാക്യം ശ്രുത്വാ കുമാരോ ജഗാദ സനൽകുമാരോ വാച, ഹേ മഹാരാജ, ത്വയാ സാധുപൃഷ്ടം. അങ്ങ് പറയുന്നത് വളരെ സത്യം തന്നെയാണ്. സജ്ജനങ്ങളുടെ ചോദ്യങ്ങൾ തന്നെയാണ്. സാധൂനാം സംഗമഃ സാധുക്കളുമായിട്ടുള്ള സംഗമം എല്ലാവരും അതിനെ മാനിക്കണം. ഉഭയോർ മാന്യ എന്ന് പറഞ്ഞിട്ട്
അടുത്ത ശ്ലോകം സംഗമഃ 19. സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതിശം. സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതിശം. ആ സജ്ജനങ്ങളുടെ സംഗമം, കൂടിക്കാഴ്ച, ആ ഇരുകൂട്ടർക്കും, സജ്ജനങ്ങളുടെ കൂടിക്കാഴ്ച ഇരുകൂട്ടർക്കും ഗുണകരം ആണ്. സാധൂനാം ഉഭയേഷാം ച സമ്മത, എല്ലാവർക്കും ഗുണകരമാണ്. യൽ സംഭാഷണ സംപ്രശ്ന, അവർ തമ്മിലുള്ള ആ ചർച്ചകൾ, സർവേഷാം എല്ലാം, ഏവർക്കും സമാധാനത്തെ വരുത്തുന്നതാണ്. ശം വിതനോതി, സമാധാനത്തെ വരുത്തുന്നതാണ്. അവരുമായിട്ടുള്ള ആ ചർച്ചകൾ എല്ലാവർക്കും സമാധാനത്തെ വരുത്തി തീർക്കുന്നതാണ്. സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യൽ സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോതിശം. ആ സാധുക്കളുടെ, സാധൂനാം സജ്ജനങ്ങളുടെ, സംഗമം കൂടിക്കാഴ്ച, ഉഭയേഷാം രണ്ട് കൂട്ടർക്കും, സമ്മതഃ ഖലു ഗുണകരം ആയതാണല്ലോ. യത് സംഭാഷണ സംപ്രശ്ന, യാതൊരുവർ തമ്മിലുള്ള ആ ചർച്ചകൾ, സർവേഷാം ഏവർക്കും, സമാധാനത്തെ, വിതനോതി വളർത്തുന്നതുമാണ്. ഇതിൽ തന്നെ വന്നിട്ട് സാധൂനാം സംഗമഃ ഉഭയേഷാം ച സമ്മതഃ ഖലു യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതി. എന്നുകൂടി പറയാം. സാധൂനാം സംഗമഃ ഉഭയേഷാം ച സമ്മതഃ ഖലു യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോതി. സജ്ജനങ്ങളുടെ ആ കൂടിക്കാഴ്ച ഇരുകൂട്ടർക്കും ഗുണകരമായതാണല്ലോ. അങ്ങനെ ആ യാതൊരുവർ തമ്മിലുള്ള ചർച്ചകൾ ഏവർക്കും ആ സമാധാനത്തെ വരുത്തുന്നതും ആണ്. അപ്പോൾ സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച, ഇവിടെ പറഞ്ഞത് എന്താ? സജ്ജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ച, ചേർച്ച, അത് തന്നെ ചേർച്ച. അപ്പോൾ സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച വക്താവിനും ശ്രോതാവിനും ഒരുപോലെ മംഗളം ആണ് എന്ന് ആ സർവസമ്മതമാകുന്നു. അങ്ങനെ സജ്ജനങ്ങളുമായുള്ള സംഭാഷണവും ചോദ്യവും സർവർക്കും ക്ഷേമം ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹേ മഹാരാജാവേ, അങ്ങയുടെ ചോദ്യം ശോഭനം തന്നെ. സംസാരത്തിൽ നിന്നും മോചിപ്പാനുള്ള മാർഗം അങ്ങുന്നറിഞ്ഞു തന്നെ ഇരിക്കും എന്നുവെങ്കിലും സർവപ്രാണികൾക്കും ഹിതം ഭവിക്കണമെന്നുള്ള വിചാരത്താൽ ആ മാർഗത്തിൽ ജനവിശ്വാസം ഭവിക്കത്തക്ക വിധം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ വിധം ചോദിക്കുന്നതാകുന്നു. ഇത് ആശ്ചര്യമല്ല. സാധുക്കളുടെ വിചാരം എപ്പോഴും പരമഹിതത്തെ സാധിക്കണം എന്നു തന്നെയാകുന്നു. ഞങ്ങളോടുണ്ടായിട്ടുള്ള ചേർച്ച അങ്ങയ്ക്കെന്ന പോലെ അഭിപ്രായം ഞങ്ങൾക്കും അങ്ങയുടെ സംഗമം ഹേതുകരം ആയിരിക്കും എന്നുള്ള അഭിപ്രായത്തോടു കൂടെ പറയുന്നു. സാധുക്കളുടെ ചേർച്ച രണ്ടുപേർക്കും സന്തോഷാവഹം തന്നെ. അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും കേൾക്കുന്നവർക്കും ശ്രേയസ്കരമായിട്ട് ഭവിക്കുന്നു. ഇതിലെ വ്യാഖ്യാനത്തിൽ ഹേ രാജൻ, അല്ലയോ രാജൻ, ഹരേർ ഗുണാനുശ്രവണേ, ഹരിയുടെ ഗുണാനുശ്രവണങ്ങൾ, ഭവതോയാ പ്രീതി, ഗുണാനുശ്രവണങ്ങൾ, കഥകളിൽ അങ്ങയ്ക്കുള്ള ആ പ്രീതി, സാ മനോമലം ധുനോതി, ആ പ്രീതി കൊണ്ട് എല്ലാവരുടെയും മനോമലങ്ങൾ ഇല്ലാതാവുന്നു. പ്രത്യേകിച്ച് അതിനൊന്നും പറഞ്ഞിട്ടില്ല. ഹേ വിതുര, പൃഥോ ശ്രോത്രപ്രിയം വാക്യം ശ്രുത്വാ കുമാരോ ജിഗാദ. സനൽകുമാര ഉവാച ഹേ മഹാരാജ, ത്വയാ സാധുപൃഷ്ടം സാധൂനാം സംഗമഃ ഉഭയോർമന്യാഃ. രണ്ട് കൂട്ടർക്കും അത് വളരെ രസപ്രദം ആണ്. സജ്ജനങ്ങളുടെ കൂടിക്കാഴ്ച അത് തന്നെയാണ് പറഞ്ഞത്. സാധൂനാം സംഗമഃ ഉഭയോർമാന്യഃ. എല്ലാവർക്കും അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് സാധു സംഗമം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം, 20. അപ്പോൾ ഇതിലെ സാധൂനാം സജ്ജനങ്ങളുടെ സംഗമഃ കൂടിക്കാഴ്ച, ഉഭയേഷാം ഇരുകൂട്ടർക്കും, സമ്മതഃ ഖലു ഗുണകരം ആയതാണല്ലോ. യത് സംഭാഷണ സംപ്രശ്ന യാതൊരുവർ തമ്മിലുള്ള ചർച്ചകൾ, സർവേഷാം ഏവർക്കും, സമാധാനത്തെ വിതനോതി വരുത്തുകയുമാണ്.
അപ്പോൾ തന്വയം വന്നിട്ട് സാധൂനാം സംഗമഃ ഉഭയേഷാം സമ്മതഃ ഖലു യൽ സംഭാഷണ സംപ്രശ്നഃ സർവേഷാം ശം വിതനോതി. ഒന്നുകൂടി പറയാം. സാധൂനാം സംഗമഃ ഉഭയേഷാം ച സമ്മതഃ ഖലു യത് സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോതി ശം വിതനോതി. സജ്ജനങ്ങളുടെ കൂടിക്കാഴ്ച ഇരുകൂട്ടർക്കും ഗുണകരമായതാണല്ലോ. അങ്ങനെ ആ യാതൊരുവർ തമ്മിലുള്ള ആ ചർച്ചകൾ ഏവർക്കും ആ സമാധാനത്തെ വരുത്തുന്നതാണ് എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനഃ. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനഃ. അല്ലയോ രാജാവേ, ഞങ്ങൾക്ക് ആ മഹാവിഷ്ണുവിൻ്റെ മധുദ്വിഷ മധുകൈടവന്മാരുടെ അവരെ ദേഷിച്ചിട്ടുള്ള ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ പാദപത്മങ്ങളുടെ ആ ഗുണങ്ങളെ പറഞ്ഞു കേൾക്കുന്നതിൽ പറഞ്ഞാൽ തീരാത്ത അഭിലാഷം ഉണ്ടെന്ന് തീർച്ച. അങ്ങനെ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന ആ മനസ്സിനുള്ളിൽ ആ കാലുഷ്യത്തോടെ കിടക്കുന്ന ആ കാമം, അതിനെ കാമം എന്ന മാലിന്യത്തെ ഉന്മൂലനം ചെയ്യണം. ഭഗവാന്റെ കഥകൾ, ഗുണാനുവാദങ്ങൾ ആ ഹൃദയത്തിലുള്ള ആ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്നാണ് പറയുന്നത്. അസ്ത്യേവ രാജൻ, അല്ലയോ രാജൻ, ഭവതോ മധുദ്വിഷ, അങ്ങക്ക് ആ മഹാവിഷ്ണുവിൽ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ, ആ ശ്രീപാദപത്മങ്ങളുടെ ആ ഗുണങ്ങളെ പറഞ്ഞു കേൾക്കുന്നതിൽ രതിർദുരാപ, ദുരാപ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത രതി, അഭിലാഷം, പറഞ്ഞാൽ തീരാത്ത അഭിലാഷം അസ്തിയേവ ഉണ്ടെന്നത് തീർച്ച തന്നെ. നൈഷ്ഠികീ, ആ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന അത് അന്തരാത്മനഃ, മനസ്സിനുള്ളിലെ കഷായം, കാലുഷ്യത്തോടെ കിടക്കുന്ന കാമം. രതിർദുരാപ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം, കാലുഷ്യത്തോടെ കിടക്കുന്ന കാമം, ആ കാമം എന്ന മാലിന്യത്തെ മലമന്തരാത്മന വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മന, മലം മാലിന്യത്തെ വിധുനോതി ഉന്മൂലനം ചെയ്യുന്നു. അതിലത്തെ പദങ്ങളെ ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭവത അങ്ങയ്ക്ക് മധുദ്വിഷ, ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദസ്യ ശ്രീപാദപത്മങ്ങളുടെ ഗുണാനുവാദനെ, ഗുണങ്ങളെ പറഞ്ഞു കേൾക്കുന്നതിൽ, ദുരാപ പറഞ്ഞാൽ തീരാത്ത രതിഹി അഭിലാഷം, അസ്തി ഏവ ഉണ്ടെന്നത് തീർച്ച തന്നെ. നൈഷ്ഠികി നിഷ്ഠയോടുകൂടിയ അത്, അന്തരാത്മനഃ മനസ്സിനുള്ളിൽ, കഷായം കാലുഷ്യത്തോടെ കിടക്കുന്ന കാമം, ആ കാമം എന്ന മാലിന്യത്തെ വിധുനോതി ഉന്മൂലനം ചെയ്യുന്നു. ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭവതഃ ഞങ്ങൾക്ക്, ഭവതഃ അങ്ങയ്ക്ക്, മധുദ്വിഷ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദസ്യ ശ്രീപാദപത്മങ്ങളുടെ ഗുണാനുവാദനെ ഗുണങ്ങളെ പറഞ്ഞു കേൾക്കുന്നതിൽ, ദുരാപ പറഞ്ഞാൽ തീരാത്ത രതിഹി അഭിലാഷം, അസ്തി ഏവ ഉണ്ടെന്നത് തീർച്ച തന്നെ. നൈഷ്ഠികി നിഷ്ഠയോടുകൂടിയ അത്, അന്തരാത്മനഃ മനസ്സിനുള്ളിൽ, കഷായം കാലുഷ്യത്തോടെ കിടക്കുന്ന കാമം എന്ന മാലിന്യത്തെ വിധുനോതി ഉന്മൂലനം ചെയ്യുന്നു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ രാജൻ ഭവതഃ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ ദുരാപാ രതിഹി അസ്തി ഏവ നൈഷ്ഠികീ അന്തരാത്മനഃ കഷായം കാമം മലം വിധുനോതി. എന്നുകൂടി പറയാം. ഹേ രാജൻ ഭവതഃ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ ദുരാപാ രതിഹി അസ്തി ഏവ നൈഷ്ഠികീ അന്തരാത്മനഃ കഷായം കാമം മലം വിധുനോതി. അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് ആ ശ്രീ മഹാവിഷ്ണുവിൽ ശ്രീപാദപത്മങ്ങളുടെ ആ ഗുണങ്ങളെ, ശ്രീപാദപത്മങ്ങളുടെ ആ ഗുണങ്ങൾ പറഞ്ഞു കേൾക്കുന്നതിൽ പറഞ്ഞാൽ തീരാത്ത അഭിലാഷമുണ്ടെന്നത് തീർച്ച തന്നെ. നിഷ്ഠയോടുകൂടിയ അത് ആ മനസ്സിനുള്ളിൽ ഉള്ള കാലുഷ്യത്തോടെ കിടക്കുന്ന കാമമെന്ന ആ മാലിന്യത്തെ ഉന്മൂലനം ചെയ്യുന്നു.
സജ്ജനങ്ങളോടുള്ള ആ സംഭാഷണവും സംശയങ്ങളെ പറ്റിയുള്ള ചർച്ചയും സർവർക്കും ശുഭപ്രദമാണ്. അല്ലയോ രാജൻ, ഞങ്ങൾക്ക് അങ്ങയ്ക്ക് മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിൽ ഭഗവത് കഥകൾ കേൾക്കാനും പറയാനും അത്യന്തം ആസക്തിയുണ്ട്. ദൃഢമായ ആ ഭക്തി കളയുവാൻ പ്രയാസമുള്ള മനസ്സിൻ്റെ കാമാസക്തിയെയും മാലിന്യത്തെയും നിശേഷം അത് നശിപ്പിക്കുന്നു. അപ്പോൾ രാജൻ, അങ്ങയ്ക്ക് ആ ഭഗവത് പാദപത്മങ്ങളുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നതിൽ വളരെ താല്പര്യമുണ്ട്. നിശ്ചയം ആ അനന്യഭക്തി മനസ്സിൻ്റെ ആ കാമരൂപവും നീക്കാൻ പ്രയാസമേറിയതുമായിരിക്കുന്ന മാലിന്യത്തെ നിശേഷം നശിപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങളോടുണ്ടായിട്ടുള്ള ചേർച്ച അങ്ങയ്ക്കെന്ന പോലെ അഭിപ്രായം ഞങ്ങൾക്ക് അങ്ങയുടെ സംഘവും സന്തോഷ ഹേതുകരമായിരിക്കും എന്നുള്ളത് അഭിപ്രായത്തോടു കൂടെ പറയുന്നു. സാധുക്കളുടെ ചേർച്ച രണ്ടുപേർക്കും സന്തോഷാവഹം തന്നെ. അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും കേൾക്കുന്നവർക്കും ശ്രേയസ്കരമായി ഭവിക്കുന്നു. രാജാവിൻ്റെ ചോദ്യത്തെയും സംഗമത്തെയും അഭിനന്ദിച്ച ശേഷം ഭഗവത് ഭക്തിയെക്കുറിച്ച് അഭിനന്ദിച്ചു പറയുന്നു. ഹേ രാജൻ, സകല ദോഷങ്ങളെയും തീർത്ത് ഭക്തന്മാരെ പരിപാലിക്കുന്ന ആ ശ്രീഹരിയുടെ പാതാരവിന്ദത്തിൻ്റെ പരാക്രമാദി ഗുണങ്ങളെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അങ്ങയ്ക്ക് സ്ഥിരമായ മതി ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാകുന്നു. അത് ഭഗവത് അനുഗ്രഹമില്ലാത്തവർക്ക് ലഭിക്കുന്നതല്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ സംസാര ഹേതുകമായിരിക്കുന്ന ആ അന്ധക്കരണത്തിലെ രാഗാദി വാസനകളാകുന്ന ആ ദോഷത്തെ മൂലത്തോടുകൂടി നശിപ്പിക്കും. അതിനാൽ പുരുഷൻ മോക്ഷാർഹനായിട്ട് ഭവിക്കുന്നു. ഇത് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഹേ രാജൻ, ഹരേർ ഗുണാനുശ്രവണേ ഭവതോ, ഹരിയുടെ ഗുണാനുശ്രവണങ്ങളാൽ നിങ്ങൾ യാ പ്രീതി, എത്രയും പ്രീതിപ്പെട്ടിരിക്കുന്നു, സാ അതുപോലെ മനോമലം ധുനോതി, അത് മനോമാലിന്യങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്നർത്ഥം. ഹേ രാജൻ, അല്ലയോ രാജൻ, ഹരേർ ഗുണാനുശ്രവണേ ഭവതോ യാ പ്രീതി, അങ്ങയുടെ ഗുണാനുശ്രവണങ്ങളാൽ ഭവാന്മാർക്ക് പ്രീതി ഉണ്ട്. ആ സാ മനോമലം, അപ്രകാരമുള്ള ഭക്തിയാൽ മനോമലം ധുനോതി, മനോമലത്തെ ഇല്ലാതെയാക്കുന്നു. ഹേ രാജൻ, ഹരേർ ഗുണാനുശ്രവണേ ഭവതോ യാ പ്രീതി സാ മനോമലം ധുനോതി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം. ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്രിക് വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്രിക് വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. ആത്മാവല്ലാതെയുള്ള ആ വസ്തുവിൽ വിരക്തി, ആത്മാവ്യതിരിക്ത ആത്മനി, വ്യതിരിക്തി ആത്മനി, ആത്മാവിൽ ഉള്ള വിരക്തി, നിർഗുണേ അഗുണാതീതവും ബ്രഹ്മണി ബ്രഹ്മസ്വരൂപവുമായിരിക്കുന്ന ആത്മനി ആത്മാവിൽ അചഞ്ചലമായിരിക്കുന്ന ആസക്തി എന്നത് ഏതോ അതും ഇത്രയും മാത്രമാണ് മനുഷ്യരുടെ ക്ഷേമവും അതിന് ഹേതുകാരണവും ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഹേതുകാരണം ആയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ആത്മാവ് അല്ലാത്ത വസ്തുക്കളിൽ വിരക്തി, ഗുണാതീതം ആയിരിക്കുന്ന ബ്രഹ്മസ്വരൂപവുമാകുന്ന ആത്മാവിൽ അചഞ്ചലമായിരിക്കുന്ന രതി ആസക്തി. ഇതാണ് യാ ഏതോ, ഇതേതോ യാൻ ഏവ അതും, ഇത്രമാത്രമാണ് നൃണാം മനുഷ്യരുടെ ക്ഷേമത്തിന് ഹേതു കാരണമായിട്ട്
സദ്രിങ് വിതുരശ്രേഷ്ഠ നന്നായി ചിന്തിച്ച് രചിച്ച ശാസ്ത്രേഷു ആ ശാസ്ത്രങ്ങളിൽ സുനിശ്ചിത നിർണയിക്കപ്പെട്ടത്. എന്താണ് സദ്രിക് ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ ശാസ്ത്രങ്ങളെ കൊണ്ട് ഇവിടെ നിശ്ചയിക്കപ്പെട്ടു. നൃണാം മനുഷ്യരുടെ ക്ഷേമത്തിനായിട്ട് സദ്രിക് വിമൃശേഷു ഹേതുഹു നന്നായിട്ട് ചിന്തിച്ച് രചിച്ചിട്ടുള്ള സദ്യക് വിമർശേഷു ഹേതുഹു അതിൻ്റെ കാരണം മനുഷ്യരുടെ ക്ഷേമത്തിന് നന്നായി ചിന്തിച്ച് വിമർശിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? അസംഗാത്മവ്യതിരിക്ത ആത്മനി ആത്മാവിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്ന വസ്തുക്കളിൽ അസംഗത്വം. പിന്നെ ദൃഢാരതിർ ബ്രഹ്മണി ആ ബ്രഹ്മസ്വരൂപത്തിൽ പരബ്രഹ്മത്തിൽ മാത്രം രതി നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ മാത്രം രതി ഉണ്ടാവുക. ഇതാണ് ആ ക്ഷേമത്തിന് ഏറ്റവും വേണ്ടതായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ആത്മവ്യതിരിക്ത ആത്മാവല്ലാതെയുള്ള വസ്തുവിൽ അസംഗ വിരക്തി അതുണ്ടാവും. ആത്മാവല്ലാത്ത വസ്തുക്കളെ കാണുമ്പോൾ അത് സംസാരികമായ നശിക്കുന്ന വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ്, വിചാരങ്ങളാണെന്ന് ധരിക്കാനുള്ള കഴിവുണ്ടാവണം. നിർഗുണ ആ ഗുണാതീതവും ബ്രഹ്മണി ആ ബ്രഹ്മസ്വരൂപവുമായിരിക്കുന്ന ആത്മനി ആ ആത്മാവിൽ ദൃഢ അചഞ്ചലമായിരിക്കുന്ന രതി ആസക്തി ഇത് രണ്ടും ഉണ്ടാവുക. ഇതാണ് യാച ഏതോ അതും ഇയാൻ ഏവ ഇത്രയും മാത്രമാണ് നൃണാം മനുഷ്യർക്ക് ക്ഷേമസ്യ ആ ക്ഷേമത്തിന് ഹേതു കാരണമായിട്ട് സദ്യക് വിമർശേഷു നന്നായി ചിന്തിച്ചിട്ട് രചിച്ച ശാസ്ത്രേഷു ശാസ്ത്രങ്ങളിൽ സുനിശ്ചിത നിർണയിക്കപ്പെട്ടത് എന്നർത്ഥം. അതിലത്തെ പദങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. വ്യതിരിക്തേ ആത്മാവല്ലാതെയുള്ള വസ്തുവിൽ അസംഗ വിരക്തിയും നിർഗുണേ ഗുണാതീതവും ബ്രഹ്മണി ബ്രഹ്മസ്വരൂപവുമായിരിക്കുന്ന ആത്മനി ആത്മാവിൽ ദൃഢ അചഞ്ചലമായിരിക്കുന്ന രതി ആസക്തി യഹ ഇത് ഏതോ അതും ഇയാൻ ഏവ ഇത്രയും മാത്രമാണ് നൃണാം മനുഷ്യർക്ക് ക്ഷേമത്തിന് ഹേതുഹു കാരണമായിട്ട് സദ്യക് വിമർശേഷു നന്നായി ചിന്തിച്ച് രചിച്ച ശാസ്ത്രേഷു ശാസ്ത്രങ്ങളിൽ സുനിശ്ചിത നിർണയിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ആത്മവ്യതിരിക്തേ അസംഗ അതുപോലെ നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാരതി ഇയാൻ ഏവ നൃണാം ക്ഷേമസ്യ ഹേതുഃ സദ്യക് വിമർശേഷു ശാസ്ത്രേഷു സുനിശ്ചിത. ഒന്നുകൂടി പറയാം. ആത്മവ്യതിരിക്തേ അസംഗ പിന്നെ നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാരതി ഇത് രണ്ടും ആണ്. യാച ഇവ ഏതോ അതും ഇയാനേവ ഇത്രയും മാത്രമാണ് മനുഷ്യരുടെ നൃണാം ക്ഷേമസ്യ ഹേതുഃ മനുഷ്യരുടെ ക്ഷേമത്തിൻ്റെ കാരണമായിട്ട് സദ്യക് വിമർശേഷു നന്നായി ചിന്തിച്ച് രചിച്ച ശാസ്ത്രേഷു ശാസ്ത്രങ്ങളിൽ സുനിശ്ചിതയാ നിർണയിക്കപ്പെട്ടത്. അപ്പോൾ അതിലത്തെ അർത്ഥം ആത്മാവല്ലാത്ത വസ്തുക്കളിൽ വിരക്തി അതുപോലെ ഗുണാതീതവും ബ്രഹ്മസ്വരൂപവുമായിരിക്കുന്ന ആത്മാവിൽ അചഞ്ചലമായിരിക്കുന്ന ആസക്തി ഇവയേതോ ഇതാണ് ഇത്രയും മാത്രമാണ് മനുഷ്യരുടെ ക്ഷേമത്തിന് കാരണമായിട്ട് നന്നായി ചിന്തിച്ച് രചിച്ച ആ ശാസ്ത്രങ്ങളിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ
അനാത്മാവായിട്ടുള്ള വസ്തുക്കളിൽ വൈരാഗ്യവും നിരുപാധികവും നിർഗുണവുമായിരിക്കുന്ന ആത്മാവിൽ ഉറച്ച പ്രേമവുമാണ് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് കാരണമെന്ന് ആ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൃഢമായിരിക്കുന്ന ആ ഭക്തി കളയുവാൻ പ്രയാസമുള്ള മനസ്സിൻ്റെ കാമാസക്തിയെയും മാലിന്യത്തെയും നിശേഷം നശിപ്പിക്കുന്നു. മനുഷ്യരുടെ ശ്രേയസ്സിനെ ലക്ഷ്യമാക്കിയവയാണ് ശാസ്ത്രങ്ങൾ. അവ നല്ല കെട്ടുറപ്പുള്ളവയും ആണ്. അവ അനുശാസിക്കുന്നത് ആത്മാവിൽ നിന്നും വ്യത്യസ്തമായവയിൽ, അതായത് ആത്മശ്രേയസ്സിന് ഉപയുക്തമല്ലാത്തവയിൽ വൈരാഗ്യബുദ്ധി വളർത്തണം. ആത്മാവിൽ, അതായത് നിർഗുണ ബ്രഹ്മത്തിൽ ദൃഢമായിരിക്കുന്ന വിശ്വാസവും ഭക്തിയും ഉണ്ടാവുകയും വേണം എന്നിത്ര മാത്രമാണ്. ശ്രദ്ധയോടെയുള്ള ആ ഭാഗവത ധർമാചരണം, അതാണ് ഇവിടെ പറയുന്നത്. ഭാഗവത ധർമാചരണം, അതുപോലെ തത്വജിജ്ഞാസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹേ രാജൻ, മനുഷ്യർക്ക് ആ സംസാരത്തിൽ നിന്നുള്ള വിമുക്തിപരമായിരിക്കുന്ന ക്ഷേമം ലഭിക്കാനുള്ള മാർഗങ്ങളെ ആലോചിച്ചുറപ്പിക്കുന്ന ആ ശാസ്ത്രങ്ങളിൽ ഈ 2 സാധനകളെ മാത്രമാണ് നിഷ്കർഷിച്ച് കാണുന്നത്. അതിൽ ഒന്ന് ആത്മാവിനെ ഒഴിച്ചുള്ള വിഷയങ്ങളിൽ ഒട്ടുപോലും സംഘമില്ലാതിരിക്കുക, മറ്റൊന്ന് പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലാതെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ പരമാത്മാവിൽ ഉറപ്പായ രതിയുണ്ടായി ഇരിക്കുക. ഈ 2 തന്നെയാണ് മോക്ഷസാധനയെന്ന് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. ശാസ്ത്രേഷു, ശാസ്ത്രങ്ങളിൽ നൃണാം ഇയാനേവാർത്ഥ, മനുഷ്യർക്ക് ഇത്രമാത്രം ആണ് ക്ഷേമായ നിശ്ചിത, ക്ഷേമമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രേഷു നൃണാം ഇയാനേവാർത്ഥ, ശാസ്ത്രങ്ങളിൽ ഈ മനുഷ്യർക്ക് ഇത്രമാത്രം ആണ് ക്ഷേമായ ക്ഷേമത്തിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ? വൈരാഗ്യേണ ശ്രദ്ധയാ, വൈരാഗ്യം കൊണ്ട്, വൈരാഗ്യത്തിലും വൈരാഗ്യം കൊണ്ടും ശ്രദ്ധയാ, ശ്രദ്ധ കൊണ്ടും ഭഗവത് ധർമ്മചര്യയാ, ഭഗവത് ധർമ്മചര്യ കൊണ്ടും ഭഗവത് കഥയാച്ച. അപ്പോൾ വൈരാഗ്യം വേണം, ശ്രദ്ധ വേണം, ഭഗവത് ധർമ്മചര്യ വേണം, ഭഗവത് കഥ വേണം. ഇവ കൊണ്ടൊക്കെയാണ് മനുഷ്യർക്ക് ക്ഷേമം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ കൂടി ഇതിൻ്റെ അർത്ഥം വരും. ശാസ്ത്രേഷു നൃണാം ഇയാനേവാർത്ഥ ക്ഷേമായ നിശ്ചിത, ക്ഷേമത്തിന് ഇന്നൊക്കെയാണ് നിശ്ചയിക്കപ്പെട്ടത്. എന്താണ്? വൈരാഗ്യേണ, വൈരാഗ്യം കൊണ്ട്, ശ്രദ്ധയാ, ശ്രദ്ധ കൊണ്ട്, ഭഗവത് ധർമ്മചര്യ, ഭഗവത് ധർമ്മം ആചരിക്കുന്നത് കൊണ്ട്, ഭഗവത് കഥയാ, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് മനുഷ്യന് ക്ഷേമം വരുന്നത്. അപ്പോൾ ശാസ്ത്രേഷു യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്രഗ് വിമർശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേ ചയ. അടുത്ത ശ്ലോകം 22ാമത്തെ ശ്ലോകം. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച. സാ ശ്രദ്ധയാ, ഭഗവത് ധർമാനുഷ്ഠാനത്തിലുള്ള ശ്രദ്ധ കൊണ്ട്, ഭഗവത് ധർമ്മചര്യയാ, ഭഗവത് ധർമാനുഷ്ഠാനമായിരിക്കുന്ന ജിജ്ഞാസയാ, ആ തത്വജ്ഞാനത്തിൻ്റെ ഇച്ഛ, ആധ്യാത്മിക യോഗനിഷ്ഠയാ, ആധ്യാത്മിക യോഗ സാധന, യോഗേശ്വരോപാസനയാ, യോഗിവര്യന്മാരുടെ പരിചരണം, നിത്യേനയുള്ള ശ്രദ്ധയാ, ശ്രദ്ധയോട് ഉള്ളതും ആയിരിക്കുന്ന പുണ്യയ, പുണ്യകീർത്തിമാനായിരിക്കുന്ന പുണ്യശ്രവ കഥയാച, ആ ശ്രീഹരിയുടെ പുണ്യകഥശ്രവണം, ഇവ കൊണ്ട് സാ സ്യാത്, അത് ഉണ്ടാവും, ആ ക്ഷേമം ഉണ്ടാവും എന്ന് പറയുകയാണ്. എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാവുന്നത്? സാ ശ്രദ്ധയ, അദ്ദേഹത്തെ പറ്റി ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഭഗവത് ധർമ്മചര്യ, ഭഗവാന്റെ ധർമ്മചര്യകളെ പിന്തുടരുക. ജിജ്ഞാസയ ആധ്യാത്മിക യോഗനിഷ്ഠയ, ആധ്യാത്മിക യോഗനിഷ്ഠകളിൽ ജിജ്ഞാസ ഉണ്ടാവുക. യോഗേശ്വരോപാസനയ, യോഗിമാരെ ഉപാസിക്കുക. നിത്യം പുണ്യശ്രവ, ദിവസവും ആ പുണ്യകഥകളെ കേൾക്കുക, ഭഗവാന്റെ പുണ്യകഥകളെ കേൾക്കുക. ഇവ കൊണ്ടൊക്കെയാണ് തങ്ങൾക്ക്
എന്ത് വന്നു ചേരുന്നത്? പുണ്യം വന്നു ചേരുന്നത്. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. അതിലത്തെ പദങ്ങൾ ആ ഭഗവത് ധർമ്മചര്യ, ഭഗവത് ധർമ്മ അനുഷ്ഠാനം, ജിജ്ഞാസയ തത്വജ്ഞാനേച്ഛ, ആധ്യാത്മിക യോഗനിഷ്ഠയ അധ്യാത്മയോഗ സാധന, യോഗേശ്വരോപാസനയ യോഗീവര്യന്മാരുടേതായിരിക്കുന്ന പരിചരണം, നിത്യം നിത്യേന ഉള്ളതും, ശ്രദ്ധയ ശ്രദ്ധയോടെയുള്ളതും ആയിരിക്കുന്ന പുണ്യകീർത്തി. പുണ്യകീർത്തി കീർത്തിമാന്മാരായിരിക്കുന്ന പുണ്യശ്രവ കഥയാച്ച, ശ്രീഹരിയുടെ കഥകളുടെ ശ്രവണം ഇവ കൊണ്ട് സാസ്യാൽ അതുണ്ടാകും, ആ ക്ഷേമം ഉണ്ടാകും എന്നുള്ളത് പറയുകയാണ്. അതുകൂടി പറയാം. ഭഗവത് ധർമ്മചര്യ, ഭഗവത് ധർമാനുഷ്ഠാനം കൊണ്ട്, ജിജ്ഞാസയ തത്വജ്ഞാനേച്ഛ കൊണ്ട്, ആധ്യാത്മിക യോഗനിഷ്ഠയ ആധ്യാത്മിക യോഗ സാധന കൊണ്ട്, യോഗേശ്വരോപാസനയ യോഗിവര്യന്മാരുടെ പരിചരണം കൊണ്ട്, ഇതുകൊണ്ടൊക്കെ നിത്യേന ഉള്ള ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന പുണ്യയ, ആ പുണ്യകീർത്തിമാനായിരിക്കുന്ന പുണ്യശ്രവ കഥയ, ആ ശ്രീഹരിയുടെ കഥകൾ ശ്രവണം ചെയ്തുകൊണ്ട് അത് ഉണ്ടാകും എന്നുള്ളത് ഇതിൽ പറയുകയാണ്, ശ്ലോകത്തിലൂടെ പറയുകയാണ്. അപ്പം ആ ഈശ്വരപരമാകട്ടെ, ആ ഈശ്വരപ്രേമമാകട്ടെ ശ്രദ്ധ കൊണ്ടും ഭഗവത് ധർമാനുഷ്ഠാനം കൊണ്ടും തത്വവിചാരം കൊണ്ടും അഷ്ടാംഗയോഗം കൊണ്ടും മഹാപുരുഷ സേവ കൊണ്ടും പുണ്യലീലാശ്രവണം കൊണ്ടും ലഭിക്കുന്നു. പറഞ്ഞ ആ അന്തരംഗ സാധനകൾ രണ്ടും എങ്ങനെ ലഭിക്കുന്നതിനെ പറ്റി പദ്യം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രവും ആചാര്യനും പറയുന്നതിൽ വിശ്വാസം ഉണ്ടായിരിക്കുന്നത് കൊണ്ടും അവരവർക്ക് നിശ്ചയിച്ച ധർമ്മങ്ങളെ ഭഗവാന്റെ ആരാധനാപരമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടും സാധനാരൂപമായിരിക്കുന്ന ഭജനാദികളെ നടത്തേണ്ടതായ വിശേഷ സംഗതികളെ അന്വേഷിച്ചറിയുന്നത് കൊണ്ടും ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന യമനിയമാദികളെ കൊണ്ടും സ്ഥൈര്യത്തോടുകൂടെ അഭ്യസിക്കുന്നത് കൊണ്ടും യോഗമാർഗത്തെ ഉറപ്പിക്കുന്ന കപിലാദികളുടെ ആ പൂർവാചാര്യന്മാരെ ഉപാസിക്കുന്നത് കൊണ്ടും പുണ്യമായിരിക്കുന്ന വർദ്ധിക്കുവാൻ ശക്തിയോട് കൂടിയിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന യശസ്സുള്ള ഭഗവാന്റെ കഥകളെ നിരന്തരം ശ്രവിക്കുന്നത് കൊണ്ടും വൈരാഗ്യവും ആത്മരതിയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ജിജ്ഞാസയ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാച്ച. അപ്പോൾ ഇവിടെ പറയണത് ആ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഭാഗവത ധർമാചരണം, തത്വജിജ്ഞാസ, അഷ്ടാംഗയോഗാനുഷ്ഠാനം, യോഗീശ്വരന്മാരുടെ സംസർഗം, നിത്യേനയുള്ള ഭഗവത് കഥാശ്രവണം എന്നിത്യാദികൾ കൊണ്ട് അനിത്യങ്ങളായിട്ടുള്ളവയിൽ വൈരാഗ്യവും ഭഗവാങ്കൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും കൈവരും. അപ്പോൾ ഭഗവത് ധർമ്മചര്യ,
ഭഗവദ്ധർമാനുഷ്ഠാനം ജിജ്ഞാസയ തത്വജ്ഞാനേച്ഛ ആധ്യാത്മികയോഗനിഷ്ഠയ ആധ്യാത്മയോഗ സാധന യോഗേശ്വരോപാസനയ യോഗിവര്യന്മാരുടെ പരിചരണം നിത്യേനയുള്ളതും ശ്രദ്ധയോടെയുള്ളതുമായിരിക്കുന്ന പുണ്യകീർത്തിമാനായിരിക്കുന്ന പുണ്യശ്രവാ കഥയ ശ്രീഹരിയുടെ പുണ്യകഥാശ്രവണം ഇവ കൊണ്ടാണ് സ്യാൽ അത് ഉണ്ടാവും, അക്ഷേമം അവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവദ്ധർമാനുഷ്ഠാനം കൊണ്ട്, ജിജ്ഞാസയ തത്വജ്ഞാനേച്ഛ കൊണ്ട്, ആധ്യാത്മിക യോഗനിഷ്ഠയ ആധ്യാത്മികമായ യോഗസാധന കൊണ്ട്, യോഗേശ്വരോപാസനയ യോഗിവര്യന്മാരുടെ പരിചരണം കൊണ്ട്, നിത്യവും അങ്ങനെ ഇതൊക്കെ നിത്യേന ശ്രദ്ധയോടുകൂടെ ഉള്ളതുമായിരിക്കുന്ന ആയിരിക്കുന്ന നിത്യവും ഇങ്ങനെയുള്ള പ്രകാരമുള്ള പുണ്യമായിരിക്കുന്ന ആ പുണ്യകീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ പുണ്യശ്രവാ കഥയ ആ ശ്രീഹരിയുടെ പുണ്യകഥാശ്രവണം കൊണ്ട് ഇവ കൊണ്ടൊക്കെയാണ് ക്ഷേമം മനുഷ്യർക്ക് ഉണ്ടാകുന്നതെന്ന് പറയുക. അപ്പോൾ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം ശ്രദ്ധയാ പുണ്യയാ പുണ്യശ്രവ കഥയാ സാ സ്യാത്. ഒന്നുകൂടി പറയാം. ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ നിത്യം ശ്രദ്ധയാ പുണ്യയാ പുണ്യശ്രവഃ കഥയാ ച സാ സ്യാത്. അതായത് ആ ഭഗവദ്ധർമാനുഷ്ഠാനം, തത്വജിജ്ഞാസേച്ഛ, ആധ്യാത്മിക യോഗസാധന, യോഗിവര്യന്മാരുടെ പരിചരണം, നിത്യേനയുള്ളതും ശ്രദ്ധയോടുകൂടിയുള്ളതുമായിരിക്കുന്ന ആ പുണ്യകീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ ആ ശ്രീഹരിയുടെ പുണ്യകഥാശ്രവണം ഇവ കൊണ്ടും ആ ക്ഷേമം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവഃ കഥയാ പുണ്യയാ ച. അപ്പോൾ ഇവിടെ മേൽപ്പറഞ്ഞ ആ അന്തരംഗ സാധനകൾ രണ്ടും എങ്ങനെ ലഭിക്കും എന്നതിനെ 4 പദ്യം കൊണ്ട് പറയുകയാണ്. ശാസ്ത്രവും ആചാര്യനും പറയുന്നതിൽ വിശ്വാസം ഉണ്ടായിരിക്കുന്നത് കൊണ്ടും അവരവർക്ക് നിശ്ചയിച്ച ധർമ്മങ്ങളെ ഭഗവാന്റെ ആരാധനാരൂപമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടും സാധനാരൂപമായിരിക്കുന്ന ഭജനാദികളെ നടത്തേണ്ടതും ആയ വിശേഷ സംഗതികളെ അന്വേഷിച്ചറിയുന്നത് കൊണ്ടും ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുവാനുപകരിക്കുന്ന യമനിയമാദികളെ സ്ഥൈര്യത്തോടുകൂടെ അഭ്യസിക്കുന്നത് കൊണ്ടും യോഗമാർഗങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ആ കപിലാദികളായിരിക്കുന്ന പൂർവാചാര്യന്മാരെ ഉപാസിക്കുന്നത് കൊണ്ടും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന ആ ശക്തിയോട് കൂടിയിരിക്കുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന യശസ്സുള്ള ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുന്നത് കൊണ്ടും വൈരാഗ്യവും ആത്മരതിയും ഉണ്ടായി വരുന്നു എന്നാണ് പറയുന്നത്. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞാൽ നോക്കാം. ശാസ്ത്രേഷു നൃണാമിയാൻ പറഞ്ഞു, യാനേവാർത്ഥ ക്ഷേമായ നിശ്ചിത വൈരാഗ്യേണ, വൈരാഗ്യം കൊണ്ടും ശ്രദ്ധയാ, ശ്രദ്ധ കൊണ്ടും ഭഗവദ്ധർമ്മചര്യ, ഭഗവദ്ധർമ്മത്തെ അതിൽ ചരിക്കുന്നത് കൊണ്ടും ഭഗവത് കഥയാച, പുണ്യകഥകളെ കേൾക്കുന്നത് കൊണ്ടും ആണ് ആ ഈ പറയപ്പെടുന്ന ആത്മരതിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ തൃഷ്ണയാ യത് സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാരേർ ഗുണപീയൂഷപാന. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തത് സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാ ഹരേർ ഗുണപീയൂഷപാനാൻ. അതായത് ആ അർത്ഥം, ആ ഇന്ദ്രിയപ്രീതി ഇവയിൽ അത്യാസക്തരായിട്ടുള്ള അവരുമായിട്ട് സഖ്യം ഇല്ലാതെ ഇരിക്കണം.
പിന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ള അപരിഗ്രഹം എന്നുള്ള ആ ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ശ്രീഹരിയുടെ ഗുണകഥകളുടെ ശ്രവണമാകുന്ന ആ അമൃതാസ്വാദനം തരപ്പെടാതെ വന്നാൽ ആ ഏകാന്തവാസത്തിലുള്ള വാസം കൊണ്ടും മറ്റും ആത്മാവ് സംതൃപ്തി കൈവരുമ്പോൾ മാത്രമാണ് ഈ അവസ്ഥകൾ ഉണ്ടാവണമെന്നാണ്. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ ദൃഷ്ടയ, അർത്ഥം, ഇന്ദ്രിയപ്രീതി ഇവയിൽ അത്യാസക്തരായവരുമായിട്ട് സഖ്യമില്ലായ്മ കൊണ്ട് ആ ക്ഷേമം ഉണ്ടാവും. തൽസമ്മതാനാം അപരിഗ്രഹേണ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ സ്വീകരിക്കാതിരിക്കുക, അപരിഗ്രഹേണ സ്വീകരിക്കാതിരിക്കുക, അങ്ങനെയുള്ളവർക്കും സമാധാനം ഉണ്ടാവും. ഹരേഹേ, ശ്രീഹരിയുടെ ഗുണപീയൂഷപാനാത് വിന, ഗുണകഥകളുടെ ശ്രവണമാകുന്ന അമൃതാസ്വാദനം തരപ്പെടാതെ വന്നാൽ വിവിക്തരുച്യ, ഏകാന്തവാസത്തിലുള്ള വാസം കൊണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല വെച്ചാൽ ഏകാന്തത്തിൽ പോയിട്ട് വസിക്കുന്നത് കൊണ്ടും എന്തുണ്ടാവണം? ആത്മാവിൽ പരിതോഷേജ, ആത്മതൃപ്തി കൈവരുമ്പോൾ ആസാസ്യാൽ, ആ ക്ഷേമം പറയപ്പെടുന്ന ജനങ്ങളുടെ ക്ഷേമം അവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അവർ അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ യത് സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യ പരിതോഷ ആത്മൻ വിനാഹരർഗുണ പീയൂഷപാനാൻ. ഇപ്പോഴത്തെ പദങ്ങൾ അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ, അർത്ഥം, ഇന്ദ്രിയപ്രീതി ഇവയിൽ അത്യാസക്തരായവരുടെ അവരുമായിട്ട് സഖ്യമില്ലായ്മ. തൽസമ്മതാനാം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഇഷ്ടവസ്തുക്കളെ അപരിഗ്രഹേണ സ്വീകരിക്കായിക. ഹരേഹേ, ആ ശ്രീഹരിയുടെ ഗുണപീയൂഷപാനാത് വിന, ഗുണകഥകളുടെ ശ്രവണമാകുന്ന അമൃതാസ്വാദനം തരപ്പെടാതെ വന്ന വിവിക്തരുച്യ, ഏകാന്തവാസത്തിലുള്ള വാസം കൊണ്ടും മറ്റും ആത്മനി പരിതോഷേച്ച, ആത്മതൃപ്തി കൈവരുമ്പോൾ സാസ്യാൽ, അതുണ്ടാകുന്നു. ദുർഗുണേ ബ്രഹ്മണി ദൃഢാരതി സാസ്യാത് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ വന്നിട്ട് അതിലത്തെ അന്വയം വന്നിട്ട് അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠി തൃഷ്ണയാം തൽസമ്മതാനാം അപരിഗ്രഹേണ ഹരേ ഗുണപീയൂഷപാനാത് വിന വിവിക്തരുച്യ ആത്മനി പരിതോഷേച്ച സാസ്യാത്. ഒന്നുകൂടി പറയാം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠി തൃഷ്ണയാ തൽസമ്മതാനാം അപരിഗ്രഹേണ ഹരേഃ ഗുണപീയൂഷപാനാത് വിനാ ആത്മനി പരിതോഷേച്ച സാസ്യാത്. അർത്ഥം, ഇന്ദ്രിയപ്രീതി ഇവയിൽ അത്യാസക്തരുമായിട്ട് സഖ്യമില്ലായ്മ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ സ്വീകരിക്കായിക. ശ്രീഹരിയുടെ ഗുണകഥകളുടെ ശ്രവണം ആവുന്ന അമൃതരസാസ്വാദനം തരപ്പെടാതെ വന്നാൽ ഏകാന്തത്തിലുള്ള വാസം കൊണ്ടും ആത്മസംതൃപ്തി കൈവരുമ്പോൾ ക്ഷേമം എന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ധനത്തിലും ഇന്ദ്രിയങ്ങളിലും മാത്രം രമിക്കുന്ന വിഷയങ്ങളുടെ കൂടെ ഇരുന്ന് സംഭാഷണം ചെയ്യാനുള്ള ശക്തിയില്ലായ്മ കൊണ്ടും അവർക്ക് സമ്മതങ്ങളായവയെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടും ഭഗവാന്റെ ഗുണഗണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ലീലാമൃതപാനത്തിന് ഒരവസരം കിട്ടാതിരിക്കുമ്പോൾ ആത്മചിന്തയിൽ പരിതോഷിക്കുന്നത് കൊണ്ടും ആത്മചിന്താപരിതോഷത്താൽ ഭക്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ അർത്ഥാർജനത്തിൽ തൽപരന്മാരായിരിക്കുന്ന തമോ ഗുണപ്രധാനികളോടും ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നതിൽ പരിശ്രമിക്കുന്ന രജോ ഗുണപ്രധാനികളോടും സഹവസിക്കാതെയും അവരിഷ്ടപ്പെടുന്ന പദാർത്ഥങ്ങളെ സ്വീകരിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടും
ആ ഭഗവാന്റെ ഗുണങ്ങളാകുന്ന അമൃതത്തിൻ്റെ സേവയിൽ അഭിരുചി ജനിച്ചിട്ടില്ലെന്ന് വരികിൽ പിന്നെ ഏകാന്തത്തിൽ വസിക്കുന്നതുകൊണ്ടും ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുന്നതുകൊണ്ടും ആ വിഷയവിരക്തിയും ഭഗവത് ഭക്തിയും ജനിക്കുന്നു എന്നുള്ളത് പറയുന്നു. ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ജനേഷു ആ ജനങ്ങൾക്ക് കഥയാസു സൽസു ആ പുണ്യകഥകളെ കൊണ്ട് തത്ര ചത്വാര സൂര്യവർച്ചസ ആ സൂര്യ അല്ല അതല്ലല്ലോ അതല്ല ജനേഷുല്ല വ്യാഖ്യാനത്തിൽ വന്നിട്ട് പറയാം അർത്ഥകാമാദ്യപരിഗ്രഹേണ അപരിഗ്രഹേണാസേവനേന അർത്ഥകാമാദ്യപരിഗ്രഹേണ അർത്ഥകാമങ്ങളെ സ്വീകരിക്കാതെ ഇരിക്കുക. അഹിംസ കൊണ്ട് ഭഗവച്ചരിതാമൃത സേവനേന ഭഗവച്ചരിതത്തെ സേവിക്കുന്നത് കൊണ്ട് യമനിയമാദികൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒക്കെ ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ തൽക്കാലം രതിയുണ്ടാവുന്നു എന്നുള്ള പറയണം. യഥാ ബ്രഹ്മണി പ്രീതോ ഭവതി പുമാൻ ജ്ഞാനവൈരാഗ്യ വേഗേന പഞ്ചഭൂത പ്രധാനം ജീവസ്യ ഹൃദയം ദഹതി. അടുത്ത ശ്ലോകങ്ങളിൽ പറയപ്പെടുന്നതാണ്. നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.